ഈ കാണുന്നതാണ് ജാക്കിസ് മെനു, നെപ്പോളിയൻ്റെ പട്ടാള ജനറലാണ്. അതിനെക്കുറിച്ചുള്ളൊരു അറബി പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിക്കാം. ഇതേക്കുറിച്ച് പിന്നീട് അറബി താരീഖിലും ഉണ്ട്. ഫക്കർ അൽ ജനറൽ മെനു അഹദു അബ്രസ് ഖാദത്തിൽ حملة الفرنسية بحكم الأقدمية في محاكاة قائده والاندماج في نسيج الشعب لا سيما في العسكرية التي يحكم فاعتنق الإسلام مدينة الرشيد شمال مصر. വടക്കൻ ഈജിപ്തിലെ റഷീദ് പട്ടണത്തിൽ വെച്ച് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ആര്? ജാക്കിസ് മെനു, പട്ടാള ജനറൽ. عقد القرآن بعقد شرعي يستند على اعتناق مينو الإسلام بشهادة نفسه അബ്ദുള്ള ജാക്ക് മെനു എന്ന പേര് സ്വീകരിച്ചു എന്ന് 1799 തുടക്കത്തിലാണ്, മാർച്ചിൽ 1799 1898 അവസാനമാണ്, ഡിസംബറിലാണ് ഈജിപ്തിലേക്ക് ആര് വരുന്നത്? നെപ്പോളിയൻ. മാർച്ചിൽ 6 മാസം അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടായി. എന്ത്? ജാക്കിസ് മെനു എന്ന തന്നെ പട്ടാള ജനറൽ ഇസ്ലാം മതം വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ബൽ ദഹബ ഇല അബ്അദി മിൻ ഇഅ്തിനാഖിഹി ലിദ്ദീനിൽ ജദീദ് ഇല റഗ്ബത്തി ഫി മുസാഹറത്തി ആയിലത്തിൻ തൻതസിബു ഇല നസ്ലിൻ നബവി, ഇല നസ്ലിൻ നബവി, നബി കുടുംബത്തിലേക്ക് ചേർന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് പിന്നെ അബ്ദുള്ള ജാക്കിസ് മെനു കല്യാണം കഴിച്ചത്. അതിനൊക്കെ ഏറെ പ്രശംസിച്ചു ആര്? നെപ്പോളിയൻ. ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു മതപക്ഷപാതിയോ യൂറോപ്പിൻ്റെ സ്വഭാവം അനുസരിച്ചോ ആണെങ്കിൽ തലവെട്ടിക്കൊല്ലും. ഹജ്ജിന് വന്ന പട്ടാള കപ്പലിനെ മുഖ്യ ആളാണ് ആര്? അസോഡഗാമ. മറ്റൊരു ആള് സാത്തനിക് വോയിസസ് ആൻഷ്യൻസ് ആൻഡ് മോഡേൺ എന്ന ഡേവിഡ് പിക്കോക്കിൻ്റെ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് ചട്ടയാണിത്. ഈ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ എടുത്തത്. മാത്രമല്ല നെപ്പോളിയൻ്റെ പരിഷ്കരണ പ്രവർത്തന നിയമങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് വോൾട്ടയർ മൊഹാമറ്റ് എന്നൊരു പുസ്തകം എഴുതി. വോൾട്ടയറുടെ കാലഘട്ടം 1694 ജനിച്ച് 1778 വോൾട്ടയർ മരിച്ചു. വോൾട്ടയർ ഒരു ഇസ്ലാമിക വിരുദ്ധനായിരുന്നു. വോൾട്ടയർ മൊഹാമറ്റ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഹബീബ റസൂലുള്ളാഹിനെ ഇകഴ്ത്താൻ വേണ്ടി. ആ പുസ്തകം പിന്നീട് ഭരണാധികാരിയായി ആര്? നെപ്പോളിയൻ്റെ ആദ്യത്തെ ഭരണപരിഷ്കാരങ്ങളിൽപ്പെട്ടതാണ് എന്ത്? ആ പുസ്തകം ഫ്രാൻസ് മുഴുവനും നിരോധിച്ചു. ഇന്നിപ്പോൾ ആണെങ്കിൽ അറബികളോട് എണ്ണ കിട്ടണം എന്നൊക്കെ വിചാരിക്കാം. അന്ന് അറബികൾക്ക് തന്നെ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു കാലമാണ്. അപ്പോൾ ആ പുസ്തകം അദ്ദേഹം യൂറോപ്പിൻ്റെ രീതി അനുസരിച്ചാണ് വോൾട്ടയർ അങ്ങനത്തെ ഒരു പുസ്തകം എഴുതിയത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട് 1000 വർഷം നബിയെ പ്രശംസിക്കുന്ന ഒരു പുസ്തകം യൂറോപ്പിൽ ഇറങ്ങിയതേയില്ല. നമ്മുടെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകത്തിലുണ്ട്, കൃത്യമായ ചരിത്രം കൊടുത്തിട്ടുണ്ട്. 1000 വർഷം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ പ്രശംസിക്കുന്ന ഒരു പുസ്തകം യൂറോപ്പിൽ ഇറങ്ങിയിട്ടേയില്ല. പിൽക്കാലഘട്ടത്തിലാണ് നബിയെ പ്രശംസിക്കുന്ന പുസ്തകം യൂറോപ്പിൽ വരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 1778 വോൾട്ടയർ മരിക്കുന്നത്. അന്ന് നെപ്പോളിയൻ ഭരണാധികാരിയല്ല. അതായത് 1718 അവസാനമാണ് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്താ പറയുക, ഫ്രഞ്ച് റിവോൾട്ടൊക്കെ വരുന്നത്. അതിന് അവസാന ഭാഗത്താണ് ഭരണാധികാരിയാവുന്നത്. ഭരണാധികാരിയാവുന്ന ഉടനെ താൻ നടത്തിയ തൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് വോൾട്ടയറുടെ പുസ്തകം ഫ്രാൻസ് മുഴുവനും നിരോധിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ മോശപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ ഒന്നായിരുന്നു ആ പുസ്തകം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, അത്രത്തോളം വലിയ ചരിത്രത്തിൽ 2 പക്ഷ വായനയുണ്ട്. അയാൾ മുസ്ലിമിനോട് വലിയ മമത ഉണ്ടായിരുന്നു, പക്ഷെ മുസ്ലിം ആയിട്ടില്ല. എന്നാൽ ഒരു വായന ഇങ്ങനെയുണ്ട്. അദ്ദേഹം അലി ബോണപ്പാർട്ട് എന്ന പേര് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം മാലിക്കി മദ്ഹബിൻ്റെ ലോസ് മുഴുവനും ഏകദേശ ഭാഗങ്ങളെല്ലാം അദ്ദേഹം ഈജിപ്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മൾ മനസ്സിലായി, ഈജിപ്തിൽ നിന്ന് അദ്ദേഹം എടുത്തു. എന്നിട്ട് അദ്ദേഹം അത് ഫ്രാൻസിൽ സ്ഥാപിച്ചു. അപ്പോൾ ഫ്രാൻസ് അതിനൊന്നും പാകപ്പെടാത്തൊരു നാടാണ്. ഒരു യൂറോപ്യൻ രാജ്യത്തെ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് ഫ്രാൻസ്.
യൂറോപ്യൻ മതത്തിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു നാടുമാണ്. മാത്രമല്ല 2 പോപ്പ് ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഇപ്പോഴാണ് ഇല്ലാതായത്. ചരിത്രത്തിൽ 2 പോപ്പുണ്ട്. ഒന്ന് ഇറ്റലിക്ക്, ഒന്ന് ഫ്രാൻസിന്. 2 പോപ്പുമാര് ചരിത്രം ദീർഘമായ ചരിത്രം യൂറോപ്പിനുണ്ട്. കാലഘട്ടത്തിൽ അതൊന്നായി ചുരുങ്ങിയതാണ്. അതായത് 2 പോപ്പുമാരുണ്ടാവും എന്ന് നൂറ്റാണ്ടുകൾ അനുഭവത്തിൽ 2 പോപ്പുമാരുണ്ടായിട്ടുണ്ട്. ഒന്ന് ഇറ്റലിക്കൊരു പോപ്പുണ്ടാവും, ഫ്രാൻസിന് വേറെ പോപ്പുണ്ടാവും. അങ്ങനെയുള്ളൊരു നാടാണ് ഫ്രാൻസ്. ആ നാട്ടിലാണ് ഇസ്ലാമിക് നിയമങ്ങൾ എടുത്തു വെക്കുന്നത്. അത് ഇപ്പോഴത്തെ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നുണ്ട്. എന്ത് ദോദിൽ ഫായിദിന്റെയും ഡനയാനുടെയും പ്രശ്നങ്ങളെ വരെ പിന്നീട് അതേക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളിലുണ്ട്. എന്ത് ഈ വിഷയത്തിൽ ഫോട്ടോഗ്രാഫർ ശിക്ഷിക്കപ്പെടാൻ കാരണമായി അതിന് ലോ ഉണ്ട്. അതിന് കാരണം മാലിക്കി ലോ അനുസരിച്ച് ഉള്ള നിയമം അന്ന് നെപ്പോളിയൻ നിയമ പുസ്തകത്തിൽ സ്ഥാപിച്ചിരുന്നു. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ചില ലോ. അതിൽപ്പെട്ടതാണ് എന്ത് ഇത്തരം സംഗതികൾ നോക്കി നിൽക്കാൻ പാടില്ല. അവിടെ സ്വന്തം താല്പര്യം ഉപയോഗപ്പെടുത്താൻ പാടില്ല. 1997 ദോദിൽ ഫായിദും പ്രിൻസസ് ഡയാനയും മരിക്കുന്ന ആ ഘട്ടത്തിൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തു എന്നത് ഭീകരമായ ഒരു തെറ്റും തിന്മയുമായി പിൽക്കാലത്ത് കണക്കാക്കപ്പെട്ടു. അതിന് കാരണം മാലിക്കി ലോയുടെ ഫ്രാൻസിന്റെ സ്വാധീനമാണ് എന്ന് പിൽക്കാലഘട്ടത്തിൽ ചരിത്രകാരന്മാർ, ആധുനിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നെപ്പോളിയൻ്റെതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നെപ്പോളിയനെ മനസ്സിലാക്കേണ്ടത്, ഇത് മനുഷ്യനെ എന്നെ ഒരു എന്താ പറയുക, മനുഷ്യൻ്റെ ഒരു ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടല്ലോ ഒരു അറമ്പറ്റൽ എന്ന് പറയും. നെപ്പോളിയൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്ന അത്ര ഒരാളെ നാട് കടത്താൻ പറ്റിയ നാട് സെയിൻറ്റ് ഹെലാനാസ് ദ്വീപാണ്. അവിടെ പോയ ഒരാൾക്ക് പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. അപ്പോൾ വല്ലാതെ വികൃതിയുള്ള ആളുകളൊക്കെ എങ്ങോട്ട് നാട് കടത്താം? സെയിൻറ്റ് ഹെലാനാസിലേക്ക് നാട് കടത്താം എന്ന് വളരെ കൃത്യമായ, നെപ്പോളിയൻ നാട് ആക്രമിക്കുന്നതിന് മുമ്പ് ആ നാട്ടിനെ കൃത്യമായ അതിനെ ജോഗ്രഫിക്കലും ഹിസ്റ്റോറിക്കലുമായി പഠിക്കാതെ ആ നാട്ടിലേക്ക് കാലെടുത്ത് വെക്കൂല. അതുകൊണ്ടാണ് 200ഓളം യുദ്ധങ്ങൾ ജയിക്കാൻ കഴിഞ്ഞത്. കൃത്യമായി ഇതൊന്നും രാജാക്കന്മാർക്ക് സ്വാഭാവികം ഉണ്ടാവില്ല. ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ എപ്പോഴും പണ്ഡിതന്മാരെ കൂടെ കൊണ്ടു നടക്കും. ഇപ്പം മിസ്റിലേക്ക് വന്നപ്പോഴും പണ്ഡിതന്മാർ കൂടെ ഉണ്ട്. എന്നിട്ട് പിന്നെ മിസ്റിലെ ഇപ്പം ഞാൻ സയ്യിദുൽ ബക്കരി എന്നൊരാളെ പറ്റി പറഞ്ഞു. മിസ്റിലെ പണ്ഡിതന്മാർ സഹായികളായി ആർക്ക്? നെപ്പോളിയന്. അവരെ കൂടെ കൂട്ടി. പണ്ഡിതന്മാരൊക്കെ വല്ലാത്ത ബഹുമാനാണ്, പഠിക്കുന്നവരോട് പ്രത്യേകിച്ചും. അപ്പം അതിനൊക്കെയുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പഠനം, അന്വേഷണം, പിന്നെ യൂറോപ്പിൻ്റെ ഒരു എന്താ പറയുക യൂറോപ്പിൻ്റെ ഒരു ഹൃദയമില്ലായ്മ, ആ ഹൃദയമില്ലായ്മയെക്കുറിച്ചുള്ള ധാരണ. പിൽക്കാലത്ത് പഠിച്ചതാണ്. സ്കൂളിൽ വലിയ മികവുള്ള ആളൊന്നുമല്ല. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ലോക ചരിത്രത്തിൽ ചരിത്രം രചിച്ചൊക്കെ ഒന്നിരിക്കൽ സ്കൂളിൽ പോകാത്ത ആളുകൾ, അല്ലെങ്കിൽ ആവറേജിൻ്റെ താഴെ പഠിച്ച ആളുകൾ, മികവ് കാട്ടിയ ആളുകൾ ജോലിക്കാരായിപ്പോയി. ജോലിക്കാർ ഒന്നിനും പ്രസവിക്കൂല. എൻ്റെ കൂടെ വരി. നിങ്ങൾ നല്ല ഒരു ഷാറുള്ള ഒരാളെങ്കിൽ നിങ്ങളോട് കാണിക്കുന്ന ഒരു ഏറ്റവും വലിയ ക്രൂരത നിങ്ങൾ സ്കൂൾ അധ്യാപകനാകുക എന്നുള്ളതാണ്. അതോടുകൂടെ നിങ്ങളെ എല്ലാ കഴിവും ഇല്ലാതെയാവും. ഒരു കോളേജ് അധ്യാപകൻ, സ്കൂൾ അധ്യാപകൻ, ഈ കൂട്ടർ അപൂർവം ആളുകൾ മാത്രമാണ് അതിന് വേറിടുക. അപൂർവമായിരിക്കും. ഞാൻ ഒരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് പറയാണ്, അദ്ദേഹത്തിൻ്റെ കോളേജിൽ അദ്ദേഹത്തെ പോലെ എത്ര ആളുണ്ടാവും? ഉണ്ടാവില്ല. അവർക്ക് കിട്ടിയ അതിൻ്റെ മാത്രം പഠിക്കും. തീരെ വിവരമില്ലാത്തത് അധ്യാപകന്മാർക്കായിരിക്കും. ഒരു നാട്യം ഉണ്ടാവും. എന്ത് വിവരം? എല്ലാവരും ഒരു ചക്കറിയില്ല. ഒരു വിവരമില്ലാത്തവർക്ക് വല്ലതും കൊടുത്താൽ നേർച്ചയാക്കി ഞങ്ങൾ അധ്യാപകന്മാർ കൊടുത്താൽ മതി. ഒരു വിവരം ഉണ്ടാവില്ല, വിവരം ഉണ്ടാവില്ല. അതുതന്നെയാണ് നിലവിൽ പണ്ഡിതന്മാരുടെ അവസ്ഥ. മതപണ്ഡിതന്മാർ ഒരു വിവരം ഉണ്ടാവില്ല. നിലവിൽ മതപണ്ഡിതന്മാർക്ക് ഒരു വിവരമില്ല. ഒരു 4 ഫിഖിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒന്നും അറിയില്ല.
ഈ രൂപത്തിൽ നമ്മുടെ സമുദായം തകരാൻ കാരണം മതപണ്ഡിതന്മാരുടെ വിവരക്കേടാണ്. വിവരമില്ല, വലിയ ആലിമുലെല്ലാം പറഞ്ഞാക്കും ഒരു ചുക്കൊരുക്കറിയില്ല, ഒരു കാരണം പഠിക്കൂല. കാരണം നമ്മൾ തഹസീലായല്ലോ. തഹസീലാകുക കാരണം എന്താർത്ഥം? ഹസ്സല യുഹസ്സിലു തഹ്സീൽ. ഹസ്സല കരസ്ഥമാക്കി, തഹസീൽ കരസ്ഥമാക്കൽ. അപ്പോൾ ഇവരെന്താക്കി? കരസ്ഥമായി കഴിഞ്ഞു. അപ്പോൾ തഹസീല ഇങ്ങനെ മേലക്കില്ല. കാരണം എന്തായി? കരസ്ഥമാക്കിയില്ലേ? ഒക്കെ തന്നെ അഫ്ദലുൽ ഉലമ എന്തായിനർത്ഥം? സ്കൂളിലെ അധ്യാപകന്മാരൊക്കെ അഫ്ദലുൽ ഉലമ. അറബി മാഷ് എന്ത് ഭാഷ അഫ്ദലുൽ ഉലമ എന്തായിനർത്ഥം? വാഹിദുൻ മിനൽ ഉലമ എന്നല്ല, വാഹിദുൻ മിനൽ ഉലമ അല്ല, ആലിമീങ്ങളിൽപ്പെട്ട ഒരാൾ എന്നല്ല ഇയാൾ പറയാം. ഇയാൾ പാസ്സായ ഡിഗ്രി ഏതാ? ആലിമീങ്ങളിൽപ്പെട്ട ഒരാൾ എന്നുള്ള ഡിഗ്രി അല്ല, അഫ്ദലുൽ ഉലമ, ആലിമീങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായവൻ. ഇതാണ് അവരുടെ ഡിഗ്രി. അലിഫറിയില്ല, അലിഫറിയല്ല. സ്കൂൾ അറബിയൻ തെറ്റാണ്. വലത് ആൺകുട്ടി, വലത് ആൺകുട്ടിയാണ് വാക്ക് തെറ്റ്. വലത് ബിന്ത് പെൺകുട്ടി, പച്ച നോണ. ബിന്ദിൻ്റെ അർത്ഥം പെൺകുട്ടി തന്നെയല്ല, പച്ച നോണ. സ്കൂൾ അറബിയിൽ തന്നെ പല നോണയും ഭൂലോക നോണകൾ നടന്നതാണ് സ്കൂൾ അറബി. വലത് എന്ന് പറഞ്ഞ കുട്ടി എന്നാണ്. ആൺകുട്ടിയും പെടും പെൺകുട്ടിയും പെടും. ആൺകുട്ടി ഗുലാമാണ്, പെൺകുട്ടി ജാരിയത്താണ്. ബിന്ദു ഒറ്റക്ക് കൂല, കൂട്ടണം. ബിന്ദു മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൾ. ബിന്ദു റഷീദ്, റഷീദിൻ്റെ മകൾ. ജാരിയത്ത് ഒറ്റക്കും, പെൺകുട്ടി അതിന് ഒറ്റക്ക് കഴിയും. ബിന്ദിന് ഒറ്റക്ക് കഴിയില്ല, ബിന്ദിൻ്റെ ഒപ്പം ഒരു കുളത്ത് കൊടുക്കണം. മകൾ ഒറ്റക്ക് കൂലല്ലോ, പെൺകുട്ടി ഒറ്റക്ക് കൂല. ഒരാളിപ്പോൾ ദൂരെ നിന്നിട്ട് ഒരു കണ്ണ് കാണാൻ കഴിയാത്ത ഒരാൾ, എന്നെ ഒരു കണ്ണത്ര ദൂരക്കാഴ്ച കിട്ടാത്ത ഒരാൾ അക്കരമേ ഒരു രൂപം കാണുമ്പോൾ പിന്നെ ഒപ്പമുള്ള ആളോട് ചോദിച്ച്, എന്താ അവിടെ എനിക്കത് എന്താ അവിടുന്ന് എന്താ ഒരു കളറ് ഇങ്ങനെ പോലെ കാണുന്നത് എന്താണ്? അപ്പം ഇയാൾ പറയും അത് മകളാണ്. അതെന്താ പറയുക? പെൺകുട്ടിയാണ്. മകളാണെന്ന് പറയണമെങ്കിൽ ഇയാൾ കൊളുത്തണം, അത് എൻ്റെ മകളാണ്, അത് കമ്മുക്കുട്ടീൻ്റെ മകളാണ്, അതാരപ്പാ നിൽക്കണത്? അത് മകളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അത് നിങ്ങളെ മകൾ ആയിഷയാണ്. മകൾ ഒറ്റക്ക് കൂല. ബിന്ദു ഒറ്റക്ക് നിൽക്കാനല്ലേ സ്കൂൾ അറബി അങ്ങനെ. ബിന്ദു പറഞ്ഞാൽ പെൺകുട്ടി. മണ്ടൂസുകളെ ഉണ്ടാക്കി അറബി ഭാഷ. നിങ്ങൾക്ക് ഈ തീരെ അന്തല്ലാത്തവർക്ക് നിങ്ങൾ വല്ലതും നീർച്ചാക്കിക്കണമെങ്കിൽ അറബി ഭാഷമാർക്ക് കൊടുക്കണം. അതേ ഉണ്ടാവും, അന്തം തന്നെ. പക്ഷെ ഒരു പേരെന്താ? അഫ്ദലുൽ ഉലമ. ആലിമീങ്ങളിൽ പെട്ട ആളുമല്ല, ആലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. ഇതൊക്കെ മനുഷ്യന് തിരിഞ്ഞില്ലേ? ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? ഈ നോണയൊക്കെ കാലം കുറെ കഴിഞ്ഞില്ലേ? ഒരു ഡിഗ്രി ലോകത്തെവിടെയെങ്കിലും വലിയ പണ്ഡിതന്മാർക്ക് ഒരു അഫ്ദലുൽ ഉലമ ഡിഗ്രി കൊടുത്തിട്ടില്ല. അതൊക്കെ ഒരു തെറ്റായ വാക്കല്ലേ. അഫ്ദലുൽ ഉലമ ആലിമീങ്ങളിൽ ശ്രേഷ്ഠനല്ല, ഏറ്റവും ശ്രേഷ്ഠൻ. അപ്പോഴാ മറ്റേ ഫضല, ശ്രേഷ്ഠത ഫضല. അഫ്ളലിയത്ത് പറഞ്ഞാൽ ഏറ്റവും നിറം, അതിൻ്റെ മേലക്കഞ്ഞില്ല. എന്താ അഫ്ളൽ? വല്ല അന്തമുണ്ട്? ഒരന്തമല്ല. അപ്പം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ താഴെയാണ്, ശരാശരിക്ക് താഴെയുള്ള വിദ്യാർത്ഥിയായിരുന്നു നെപ്പോളിയൻ. ശരാശരിക്ക് താഴെയുള്ള വിദ്യാർത്ഥിയായിരുന്നു എന്താ പറയുക, എന്താ ആൽബർട്ട് ഐൻസ്റ്റീൻ, എഡിസൺ. പഠിക്കാഞ്ഞിട്ട് അതെ, സത്യം സത്യം, ഞാൻ മറന്നതാ. സ്കൂളില്ല, അതുകൊണ്ട് അത്രയും വലിയ ബുദ്ധിയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് പ്രിൻസിപ്പാൾ എഡിസനെ പുറത്താക്കി, സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ട് അമ്മക്ക് കത്ത് കൊടുത്തയച്ചു എഡിസൻ്റെ കയ്യിൽ. അപ്പം അമ്മ വായിച്ചു, അമ്മ വായിച്ചിട്ട് ചിരിച്ചു. അപ്പം എന്തെന്ന് വെച്ചു? അപ്പോൾ പറഞ്ഞു, എൻ്റെ മോനെ പഠിപ്പിക്കാൻ മാത്രമുള്ള യോഗ്യത അവിടുത്തെ അധ്യാപകന്മാർക്ക്
ഇല്ല, അത്രയും വലിയ ബ്രില്യൻ്റായ കുട്ടിയാണ്. അതുകൊണ്ട് നല്ല യോഗ്യതയുള്ള സ്ഥാപനങ്ങളിൽ ചേർക്കണം എന്നാണ് പ്രിൻസിപ്പാൾ എഴുതിയത്. അമ്മ വെറുതെ പറഞ്ഞു. ഈ കത്ത് പിന്നീട് പിൽക്കാലത്ത് വലിയ ആളായിട്ട് ഈ കത്ത് കൈ കിട്ടാണ് ആർക്ക്? അപ്പം എഡിസൺ കരഞ്ഞുപോയി. എന്തുകൊണ്ട്? എൻ്റെ അമ്മ നെഗറ്റീവായ വാക്ക് പോസിറ്റീവായി പറഞ്ഞു. ആ കുട്ടിയാണ് എഡിസൺ. മാഷാ അല്ലാഹ്, ഭയങ്കരാണ്. എഡിസനെ പോലത്തെ ഒരാളാരാ. പക്ഷെ ഈ ആൾ ആവറേജിന് താഴെ സ്കൂളിൽ ആവറേജിൻ്റെ അപ്പുറത്തുള്ളവർ മുഴുവനും ഗൾഫിൽ പോയാണ്ട് പെട്രോൾ പമ്പിൽ പോകും. സത്യല്ലേ? അവർ അഡ്നോക്കിൻ്റെ പമ്പിലുണ്ടാവും. അതന്നെ സത്യം. ഏത് അറബിക് കോളേജിൽ ആവറേജിന് അപ്പുറത്തുള്ളവനുണ്ടെങ്കിൽ അഡ്നോക്കിൻ്റെ പമ്പിലുണ്ട്. പിന്നെ അന്ന് അന്തല്ലാതെ ഇവിടെ നടന്നിരുന്ന ആൾ വലിയ കുപ്പായമൊക്കെ ഇട്ട് അതിൻ്റെ മേലെ വലിയൊക്കെ ഇട്ട് ഗൾഫിലേക്ക് ചെല്ലുമ്പോൾ അവനെ സ്വീകരിക്കണ പണിയാണ് ആർക്ക്? വലിയവന്. ഇവന് സ്ഥാനത്തെത്തും, മറ്റൊന്നെത്തൂല. ആവറേജിനപ്പുറത്തുള്ള ഒക്കെ ജോലിക്കാരാവും. അതെ സത്യം. ബിൽഗേറ്റ്സിനെ കോളേജ് നോർത്താക്കിയ, ബിൽഗേറ്റ്സിനെ കോളേജ് നോർത്താക്കിയ. എപ്പോഴും അങ്ങനെയാണ് ചരിത്രം. അങ്ങനെയാണ്. ആവറേജിനപ്പുറമുള്ള എൻ്റെ താഴെയുള്ള കുട്ടികൾ മാത്രമാണ് ലോകം മാറ്റിയത്. ഇപ്പം നെപ്പോളിയനെ പോലത്തെ ഒരാളില്ല യൂറോപ്യൻ ചരിത്രത്തിലില്ല. അങ്ങനെ ഒരാൾ യൂറോപ്പിൻ്റെ ചരിത്രത്തിലില്ല. ഇയാൾ ആവറേജിൻ്റെ താഴെയാണ്. പക്ഷെ എന്താണ് ആൾ? വിജ്ഞാനം പാഠപുസ്തകത്തിലല്ല. നമ്മൾക്ക് വലിയ തെറ്റുപറ്റാണ്. എന്ത് വിജ്ഞാനം പാഠപുസ്തകത്തിലാണ്? അല്ല. ഒരു വൈഭവം നിനക്കുണ്ടാക്കി തരാനുള്ള ചില ഹിൻസുകൾ മാത്രമാണ് എന്തിലുള്ളത്? പാഠപുസ്തകത്തിലുള്ളത്. അത് വെച്ചിട്ട് ഈ വാതിൽ തുറക്കണം. ഞാൻ പഠിച്ച ഒരു പുസ്തകവും ഞാൻ പിന്നെ തുറന്നു നോക്കിയിട്ടില്ല. പക്ഷെ ഒരു പുസ്തകം തുറന്നു നോക്കാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല. റബ്ബിൻ്റെ സഹായം കൊണ്ട് ഞാൻ പഠിച്ച ഒരു പുസ്തകം ഞാൻ പിന്നെ തുറന്നു നോക്കിയിട്ടില്ല. തുറന്നു നോക്കിയിട്ടേ ഇല്ല. വല്ല വിഷയങ്ങളിലും ആരെങ്കിലും ചോദിച്ചിട്ട് വല്ല സംശയം തോന്നിയാൽ ഫത്തുൽ മീനിൻ്റെ ഒക്കെ ഒന്ന് നോക്കും. അത്ര തന്നെ. വലിയ പുസ്തകം തുറന്നു നോക്കിയില്ല. IAS പരീക്ഷ അതാ തന്നെ. ഗുമസ്ത 100%. അതായത് പൊളിറ്റിക്കൽ മെജോറിറ്റിയുടെ ഗുമസ്തപ്പണിയാണ് IAS. വലിയ ബ്രില്യൻ്റാണെന്ന് അവർ വിചാരിക്കുക. അത്ര കഴിവുള്ള ഈ വ്യക്തിക്ക് എന്തു നേടാൻ കഴിയും? ഇതാണ് സത്യം. മനുഷ്യർ ഇന്നത്തെ സിലബസിൽ ഒതുക്കുകയും ചെയ്തു. ഈ സിലബസുകൾ എന്നാണ് വലിയ ദുരന്ത. ഇപ്പം പിൽക്കാലഘട്ടത്തിൽ സിലബസിലേക്ക് വന്നതിന് ശേഷം ലോകത്ത് ശാസ്ത്രകാരന്മാർ കുറഞ്ഞു. മറ്റു പരന്ന വായനയാണ്. അതായത് ഒരു യൂറോപ്പിൻ്റെ എന്താ പറയുക, യൂറോപ്പിൻ്റെ മനുഷ്യൻ വളരരുത് എന്ന ഒരു പൈശാചിക ബുദ്ധിയാണ് സത്യത്തിൽ ഇന്നത്തെ സ്കൂൾ സിലബസുകൾ ഉണ്ടാക്കിയത്. ആ സ്കൂൾ സിലബസിന് പിന്നെ മതവും പിന്തുടർന്നു. പണ്ട് മതത്തിനും സിലബസ് ഇല്ല, പരന്ന് പഠിക്കുക. ഇന്നങ്ങനെയല്ല. ഇന്ന് ആ സിലബസിലുള്ളതാ പഠിക്കുക. ആ സിലബസിന് എന്തിനാണെന്നറിയില്ല. ഞാനെങ്ങാനും ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്ന ഒരു കാലം വരികയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുക എന്തെന്നാൽ പൊതുവായിട്ടുള്ള പഠനങ്ങൾ 4ാം ക്ലാസ്സിൽ അവസാനിപ്പിക്കും. പിന്നെ ആസ് യുവർ ചോയ്സ്. എന്നാൽ നമുക്ക് ഒരുപാട് ആയുസ് കിട്ടും. ഞാൻ ഇതെത്രയോ കാലമായി എൻ്റെ സ്വപ്ന മനസ്സിൽ. ഞങ്ങളോട് പറയാം, ഞാൻ ഇന്ത്യ പ്രധാനമന്ത്രിയാവാൻ സാധ്യതയില്ല, ഞാൻ കേരള മുഖ്യമന്ത്രിയാകാനും വിദ്യാഭ്യാസ മന്ത്രിയാകാനും സാധ്യതയില്ല. പക്ഷെ എൻ്റെ ഒരു സ്വപ്നം പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പൊതുവായി എല്ലാവരും പഠിക്കൽ 4ാം ക്ലാസ്സിൽ അവസാനിപ്പിക്കുക. അതായത് 1ാം ക്ലാസ്സിൽ 2, 3, 4 ക്ലാസ്സിൽ പൊതുവായി എല്ലാം പഠിക്കുക. അതായത് സയൻസിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ. നേറി വന്ന 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിനപ്പുറം പോകരുത്. 7ാം ക്ലാസ് ആകുമ്പോഴത്തിന് പൊതുവായി എല്ലാം. ഉദാഹരണം ഇന്നത്തെ മാത്സ്. എന്തിനാണ് മാത്സ്? ഒരു ഹിസ്റ്റോറിയൻ പഠിക്കണം. മനസ്സിലായില്ല. നമ്മൾ SSLCയിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഈ ഇന്നത്തെ മാത്സ് ഉണ്ടല്ലോ, ഈ മാത്സ് ഒരു ഹിസ്റ്റോറിയനോ
ഒരു ഫിസിഷ്യനോ അത് എഞ്ചിനീയർ പഠിക്കേണ്ടതാണ്. അതെന്തിനാ ഈ എഞ്ചിനീയർ പഠിക്കുന്നത് ഡോക്ടർ പഠിക്കുന്നത്? അപ്പൊ പൊതുവായ വിദ്യാഭ്യാസം എവിടെ നിർത്തണം? 7 ഏറി വന്ന 7 ശേഷം നിങ്ങളെ ചോയ്സ് മെഡിക്കൽ ആണോ, നിങ്ങൾ പിന്നെ മെഡിസിനാണ് പഠിക്കേണ്ടത്. പിന്നെ മെഡിക്കൽ വ്യൂവിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് ഈ അനാവശ്യത്തിനുള്ള ഒരുപാട് സമയം എന്തിന്? ഇപ്പം എൻ്റെ കുട്ടി, എൻ്റെ മോള് MBBS ഡോക്ടറാണ്. ഞാൻ ഉദാഹരണം പറയാം. ഈ കുട്ടി SSLCയിലും മറ്റും പഠിച്ച ഈ മാത്സ് ഈ ജീവിതത്തിൽ ഒരിക്കൽ കുട്ടിക്ക് ഉപകരിക്കൂല. കുട്ടിക്ക് താല്പര്യം ബയോളജിയിലാണ്, അതുകൊണ്ടാണ് MBBS ആക്കിയത്. അപ്പോൾ ആ 8ാം ക്ലാസ്സോടുകൂടെ ഈ കുട്ടി എന്തിനാണ് ചേരേണ്ടത്? മനസ്സിലായി? മെഡിക്കൽ സിസ്റ്റമാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ അനാവശ്യമായി ഇത് ഈ കുട്ടി ആയുസ് ഒരിക്കൽ പോലും എടുക്കണമില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആ കുട്ടിയുടെ ആയുസ് എന്തിനു കളഞ്ഞു? ആവശ്യമില്ലാത്ത എന്തിനാണ് പഠിക്കുന്നത്? അതേ സമയത്ത് ആ കുട്ടി 8ാം ക്ലാസ് മുതൽ, മനസ്സിലായില്ലേ, മെഡിക്കൽ സിസ്റ്റത്തെക്കുറിച്ച്, മരുന്ന്, മനുഷ്യൻ്റെ ബോഡി, ഈ കെമിസ്ട്രിയും എന്താ പറയുക ബയോളജിയും, പ്രധാനമായും ബയോളജി തന്നെ പഠിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് വിജ്ഞാനം നേടാൻ കഴിയും. കാരണം അതിൻ്റെ വിഷയം അതാണ്. അതല്ലേ കറക്റ്റ്, അതല്ലേ അത്യാവശ്യം. നമ്മൾ ചില ആളുകൾക്ക് ബിസിനസ്സിലാണ് താല്പര്യം. ബിസിനസ്സിൽ താല്പര്യമുള്ളവരാണ് എന്തിനാ കെമിസ്ട്രി ബയോളജി പഠിച്ചത്? തല്ലക്ക് പൊളിഞ്ഞിട്ട് ലാബിലിരുന്ന് അത് എടുത്ത് ഇങ്ങോട്ടാക്കി മറ്റേ ഇങ്ങോട്ടാക്കി പരീക്ഷ. ഇതെന്തിന്? കിട്ടിയോ? തിരിയുമില്ല. എന്തിന്? ലാംഗ്വേജ് ഓക്കെ, ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു, അതേസമയത്ത് ചൈനീസ് പഠിച്ചോളി. ഈ കുട്ടിയെ ഇന്ന് വിവിധ ഈ എഞ്ചിനീയർക്ക് മാത്രമേ മാത്സിന്റെ ആവശ്യമുള്ളല്ലോ. അല്ലേ പറയ്, എഞ്ചിനീയർ അല്ലാത്ത ആൾ എന്തിനാണ് ഈ ആധുനിക മാത്സ് പഠിക്കുന്നത്? ആ കുട്ടി ആ സമയം ചൈനീസ് ഭാഷ പഠിക്കാൻ ഉപയോഗിച്ചാലോ? ചൈനക്ക് വലിയ സാധ്യതയുള്ള രാഷ്ട്രമാണ്. ഇനി നമ്മൾ ചൈനീസ് പഠിച്ചാൽ വലിയ സാധ്യതയാണ്. എന്തിനിപ്പോൾ അതൊക്കെ പറയുന്നത്? നമ്മളുടെ നല്ലൊരു ശതമാനം കച്ചവടക്കാരുടെ ഉപജീവനം ഇപ്പം എവിടെയാ? ചൈനയില. ആ കുട്ടിക്ക് ഇവിടുന്ന് ചൈനീസ് പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നേട്ടം ഉണ്ടാവും? ഫ്രാൻസ് എന്നും ലോകത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രമാണ്. ഫ്രഞ്ച് പഠിച്ചിരുന്നെങ്കിൽ എത്ര നേട്ടം ഉണ്ടാവും? ഫാരിസി നഷ്ടപ്പെട്ടു പോയ പേർഷ്യൻ ഭാഷ വളരെ ലോകത്തെ സാഹിത്യങ്ങളുടെ മസ്നവി അടക്കം ലോകത്തെ മുഴുവനും പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അതേസമയത്ത് നമ്മൾ വീട്ടിൽ പേർഷ്യൻ ഭാഷ ഫാരിസി പഠിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് എത്ര വലിയ ഹാർട്ടിൽ മനുഷ്യത്വം ഉണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി, പേർഷ്യൻ ഭാഷയിലാണ് ലോകത്തെ എല്ലാ പോയട്രികളും പിൽക്കാലത്ത് വന്നത്. ജലാലുദ്ദീൻ റൂമി ഏത് ഭാഷയിലാണ് എഴുതിയത്? പേർഷ്യൻ ഭാഷയിൽ. റൂമി മാത്രമല്ല, എല്ലാവരും. അതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചിരുന്നെങ്കിൽ ഈ മാത്സ് പഠിക്കുന്ന നേരം ചൈനീസ് ഭാഷയിൽ പഠിച്ചിരുന്നെങ്കിൽ ഇവൻ അന്ന് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ കച്ചവടത്തിന് പോകാം. എങ്ങോട്ട്? ചൈനയിലേക്ക്. വലിയ ലാഭം കിട്ടും. വലിയ വിദേശമാണ് നമ്മുടെ രാജ്യത്തിന്. ഇതൊരു കാര്യമല്ല. എന്തിനാ കുട്ടി പഠിച്ചത്? കുട്ടിക്കും അറിയില്ല. നമ്മളെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ ഒരു മുരാച്ചിത്തരം. എന്തുകൊണ്ട് ഈ കുട്ടികളെയൊക്കെ നശിപ്പിക്കണം എന്ന് ആരൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവും? അങ്ങനെയല്ല ഗുരുകുല വിദ്യാഭ്യാസം. ഗുരു ആ കുട്ടിയെ മനസ്സിലാക്കും. ചില കുട്ടികളെ രാജസദസ്സിൽ തർക്കിക്കാനായിരിക്കും പഠിപ്പിക്കുക, ചില വൈദ്യർക്ക് പഠിപ്പിക്കുക, ചില വേദം പഠിപ്പിക്കും. ഇവർക്കൊക്കെ മുഴുവനും ട്രാൻസ്ഫോമറായി നിൽക്കും ആര്? ഗുരു. രാജസദസ്സിൽ തർക്കിച്ചവർ ദ്രോണന്റെ സദസ്സിലുണ്ട്. വലിയ അയോധനക്കാരെ പഠിച്ചവരുണ്ട്. അർജുനൻ പോലെ, കർണനെ പോലെ. എത്ര വലിയ ആശയാണത്. ചില ആളുകൾക്ക് കവിത ഇരിക്കും, നല്ല കവിത. അവർക്ക് ഭാഷയെ, അതിൻ്റെ ലിംഗ്വിസ്റ്റിക്സ്, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ ആൽഫബറ്റ്സ്, ഇതൊക്കെ ആ ഭാഷകൾ കൂട്ടിച്ചേരുമ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇതൊക്കെ വളരെ ഭംഗിയായി പഠിപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് കവിതയിൽ ലോകത്ത് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. അവരും എന്ത് പഠിക്കണം?
ജീവിതത്തിൽ ഒരിക്കൽ SLC അല്ലെങ്കിൽ +1 +2 എഴുതി കഴിഞ്ഞ് പോകുന്നതിന് ശേഷം പിന്നെ ഒരിക്കൽ പോലും അവർ മാത്സിൻ്റെ പുസ്തകം തുറന്നു നോക്കിയിട്ടില്ല, കെമിസ്ട്രി പുസ്തകം, ബയോളജി പുസ്തകം തുറന്നു നോക്കിയിട്ടില്ല. ഒരു കവിയാണ്, ഇവരെന്തിനാണ് പഠിക്കുന്നത്? സത്യത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ സിസ്റ്റം നമ്മുടെ ജീനിയസായ കുട്ടികളെ നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. അതേ സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങിയിട്ടെന്നോളി പഠിച്ചു നോക്കി, നിങ്ങൾക്ക് നിങ്ങളെ ചോയ്സ് ഇങ്ങനെ പറക്കും. എനിക്ക് കിട്ടിയ ഒരു വിവരവും ഞാൻ സ്കൂളിൽ നിന്നും ദർസൊന്നും കോളേജിൽ നിന്ന് പഠിച്ചതല്ല. നമ്മളെ കഴിവുകളെ ഇല്ലാതാക്കാൻ മാത്രമേ ആ സ്ഥാപനങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ആ സ്ഥാപനം നമ്മൾ ഭാഷ പഠിച്ചു, അത്രയേ ഉള്ളൂ. നമ്മളെ ചോയ്സ്, ഒരു കുട്ടിയുടെ ചോയ്സ് എന്താണെന്ന് ഞാൻ ഇത് പറയാൻ, നെപ്പോളിയനെ പഠിച്ചാൽ നെപ്പോളിയൻ പഠനത്തിൽ ആവറേജിൻ്റെ താഴെയാണ്. പക്ഷെ അതേസമയം ലോകം കണ്ട കോമൺ സൊസൈറ്റി കണ്ട ഏറ്റവും വലിയ മഹാന്മാരിൽ ഒരാളായി പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയാണ് ആര്? നെപ്പോളിയൻ. അപ്പൊ ഇതൊക്കെ വലിയ പാഠങ്ങളാണ്. യൂറോപ്പിൽ എന്നെ കാണുന്ന ഈ ഒരു സംസ്കൃതിയിൽ മനുഷ്യത്വം എന്ന് പറയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നെപ്പോളിയൻ പോലെയുള്ള വലിയ മനുഷ്യർ അവിടെ സ്ഥാപിച്ചതാണ്. എന്നാൽ അവർക്ക് തെറ്റൊന്നും പറ്റിയില്ല എന്നൊന്നുമല്ല, തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്, ഒക്കെ പറ്റും, സ്വാഭാവികമല്ലേ. ആ മനുഷ്യൻ തെറ്റുപറ്റുന്ന കുറ്റപ്പെടുത്തരുത്. ആ തെറ്റിനെ തിരുത്താൻ തയ്യാറാകാതിരിക്കുമ്പോൾ മാത്രമേ കുറ്റപ്പെടുത്തേണ്ടതുള്ളൂ. അവിടെയാണ് പ്രശ്നം. (2019) ഒരാൾ നടത്തിയ ഒരു പ്രഭാഷണം, എന്തുകൊണ്ട് 2025 വരെ കാത്തിരുന്നു എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. എന്തുകൊണ്ടാണ്? 2 കാരണങ്ങൾ കൊണ്ട്. 1, അദ്ദേഹത്തിന് തിരുത്താൻ സാധ്യതയുണ്ട്. 2, ഇത് വലിയ മനുഷ്യന്മാർ പറഞ്ഞു തീർത്താൽ മതിയാകും. പക്ഷേ അത് ആ 2019 മാത്രമല്ല, പിന്നീടും അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. 2025 ജനുവരിയിൽ പണ്ഡിത ലോകത്തെ, കേരളത്തിലെ സുന്നി ഉലമാ ലോകത്തെ മുഴുവനും ആക്ഷേപിക്കുന്നൊരു പ്രഭാഷണം നടത്തിയപ്പോഴാണ് ഇതിനിവിടെ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞു ഇതൊക്കെ കൃത്യമാണ്. എന്ത് പറയേണ്ടത് ഞാനല്ല, അത് ആലിമീങ്ങൾ പറഞ്ഞ ഒറ്റ വാക്കിൽ തീരും. ഇവിടുത്തെ വലിയ ഉലമാ സംഘടനകളുണ്ട്, അവർ പറയട്ടെ എന്ന് വിചാരിച്ചു, അവർ പറഞ്ഞില്ല. എന്നാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ 2025 ജനുവരിയിൽ ഇതേ വ്യക്തി കേരളത്തിലെ സുന്നി ഉലമാക്കളെ മുഴുവനും ആക്ഷേപിച്ചു. ഇപ്പോഴും ചില ആളുകൾ പറഞ്ഞു, മൂപ്പർക്ക് എന്ത് താല്പര്യം, നിങ്ങളെ അള്ളാന്റെ കോടതിയിൽ നിങ്ങൾ എങ്ങനെ കയറുക? എനിക്ക് എന്ത് താല്പര്യം? എനിക്കൊരു താല്പര്യമില്ല. എനിക്ക് പറയാതിരിക്കാനാണ് താല്പര്യം, പറയാൻ താല്പര്യമല്ലേ. എനിക്ക് പറയാതാനാണ് താല്പര്യമെങ്കിൽ 2019 എനിക്കിതറിയും. എനിക്കിത് 2019, 2020 അറിയും സംഭവം. ഞാനല്ല പറയേണ്ടത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചില ആളുകളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇടപെടണം. ഇടപെട്ടില്ല. പിന്നെ സൊസൈറ്റി ഇത് വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ സ്വകാര്യമായി പറഞ്ഞിരുന്നു, ഇത് സ്വകാര്യമായി പറയേണ്ട വിഷയമല്ല, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ആ പ്രഭാഷണം എടുത്തൊഴിവാക്കണം. നമ്മളെ യൂത്ത് നമ്മൾ പള്ളിയിലല്ല പ്രസംഗമല്ല കേൾക്കുന്നത്. അറിയേ, ഈ യൂത്ത് അഭ്യസ്തവിദ്യരായ യൂത്ത് നെറ്റിൽ നിന്ന് കേൾക്കണം മുഴുവനും. അപ്പം അതിനൊരു കൗണ്ടർ, ഒരു ഒബ്ജക്ഷൻ വരണം. അത് കൗണ്ടർ ചെയ്യുന്നൊരു പ്രഭാഷണം ഉണ്ടായില്ല. നിങ്ങൾ ഇതിൻ്റെ വേദന മനസ്സിലാക്കണം. ഞാൻ 2019 6 കൊല്ലം കാത്തിരുന്നു. ഇത് ഞാനല്ലല്ലോ പറയേണ്ടത്. ഇത്തരം വാക്കുകൾ പറയുന്നത് കൗണ്ടർ ചെയ്യേണ്ടത് പണ്ഡിത നേതൃത്വമാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരിൽ പലരോട് സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പറയുന്ന സ്വകാര്യമായി അദ്ദേഹത്തോട് പറഞ്ഞു. സ്വകാര്യമായി പറഞ്ഞാൽ പോലെ ഇത്, കാരണം ഈ പ്രഭാഷണം വളരെ വ്യക്തമായി ആയിരക്കണക്കായ ആളുകൾ ഓരോ സമയത്തും ഓരോ വർഷങ്ങളിലും 10,000ങ്ങൾ കേൾക്കുന്നുണ്ട് ഈ പ്രഭാഷണം. അത് നമ്മളെ പുതിയ യൂത്താണ്. ആ പുതിയ യൂത്ത് ജമിയത്തുൽ ഉലമ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചാൽ അതല്ല കേൾക്കുക, DC ബുക്സിൽ പ്രഭാഷണം സംഘടിപ്പിച്ച അതാണ് കേൾക്കുക. ആണും പെണ്ണും അവരോട് മുന്നിൽ എന്താ പറയുന്നത്? ഇസ്ലാമിക നിയമങ്ങളെല്ലാം പുരുഷ കേന്ദ്രീകൃതമാണ്. ഇസ്ലാമും ഇസ്ലാമിക ശരിയത്തും തമ്മിൽ 200 വർഷം വ്യത്യാസമുണ്ട്. ഇതൊക്കെ ചെറിയ കാര്യമാണോ? ഇതൊക്കെ ഇത് നമ്മളെ യൂത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ പിന്നെ പിൽക്കാലഘട്ടത്തെ ആളുകൾ തട്ടിപ്പടച്ചുണ്ടാക്കിയത് ഇസ്ലാമിയത്താണ് എന്നാണ്. ഇപ്പോൾ കേരളത്തിലെ മൗലവി വാദിക്കുന്നുണ്ട് മുആവിയൻ മതമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഞാനിതിലിറങ്ങുന്നില്ല, ഇത് ഉലമാക്കൾ പറയണം. ഇതിനിവിടെ ഉലമാ സംഘടനകളുണ്ട്.
ഇപ്പോൾ നിലനിൽക്കുന്ന മുആവിയൻ മതമാണ്. എന്തൊക്കെ അബദ്ധങ്ങളാ പറയുന്നത്, എന്തൊക്കെ പറയുന്നത്. സിദ്ദീഖുൽ അക്ബറും ഉമർ ഇബ്നുൽ ഖത്താബും കൂടിയിട്ട് ചതിച്ച് കൊന്നതാണ് ആരെ? റസൂലുള്ളാഹിനെ. ആരെ? ഫാത്തിമ ബീവിയെ. ഇതൊക്കെ പറയാണ്. എന്നിട്ട് ഇതൊക്കെ നമ്മളെ യൂത്ത് ദിവസം കേൾക്കുക. യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനം. ഇതിപ്പോൾ ഇഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു പ്രസംഗം നടത്തിയാൽ അത് യൂത്ത് കേട്ടോളുന്നില്ല. പക്ഷെ ഈ ഇത് കേൾക്കും. റസൂലുള്ളാഹിനെ സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള ആളുകൾ കൂടിയിട്ട് കൊന്നതാണ് എന്നതിൻ്റെ താഴെ കമൻ്റാണ് ഇത്തരം സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇതൊന്നും ഇപ്പം ആരും കേൾക്കൂല. ഇനി നമ്മൾ ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് മറുപടി പറയും. പറയില്ലെങ്കിൽ പറയും. പറഞ്ഞാൽ കുത്തിത്തിരിപ്പിൻ്റെ ആൾ നമ്മളായി. ലാമക്കോൽ എടുക്കുകയും ചെയ്യും, കുത്തിത്തിരിപ്പനായിട്ട് ഇന്നാണ് തള്ളുകയും ചെയ്യും. ലാമക്കോൽ തന്നെയാണ്. ഇതൊക്കെ തമാശയല്ല. ഇത് ഇവിടുത്തെ ഈ പ്രഭാഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മൗലവിയുടെ പ്രഭാഷണത്തെ ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമയും ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ കീഴിലുള്ള ജമിയത്തുൽ ഉലമ അവർ കണക്കിലെടുക്കുകയും അതിനെ കൗണ്ടർ ചെയ്യുകയും ചെയ്യണം. അതിനാണ് ജമിയത്തുൽ ഉലമ എന്നറിയാം. അതാണ് അവർ ഉത്തരവാദിത്തം. അപ്പോൾ അതിനൊരു സ്വഭാവം വരും. ഇത് കേവലം ഒരു പ്രഭാഷകൻ്റെ ഒരു കമൻ്റ് എന്ന് മാത്രമേ അതിന് വരുള്ളൂ. അതെങ്ങനെ വളച്ചൊടിക്കാം? യൂത്ത് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, 100 കണക്കിന് കമൻറ്റുകളാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബും ചതിച്ചു കൊന്നതാണ് ആരെ? ഹബീബായ റസൂലുള്ളാഹിനെ ചതിച്ചു കൊന്നതെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുക നമ്മളെ യൂത്ത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതുക ഇത്തരം സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന മൗലവിക്ക് അഭിനന്ദനങ്ങൾ. എവിടെ ഇപ്പം എവിടെയാണ് നമ്മൾ? സിദ്ദീഖുൽ അക്ബറിനെ പൊളിച്ച ഇസ്ലാം മതം മുടിയല്ലോ. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ മഹ്ദിയീൻ ഇഖ്തദൂ ബില്ലദീനി മിൻ ബഅദി അബീ ബക്കറിൻ ഉമറ. നിങ്ങൾ എനിക്ക് ശേഷം 4 ആളെ പിന്തുടരുക. പിന്നെയും ചുരുക്കി 2 ആളെ, 4 ആളെ, 2 ആളെ. ആ 4-ൽ തന്നെ പ്രധാനിയാണ് എന്ത്? 2 ആൾ. ഇഖ്തദൂ ബില്ലദീനി മിൻ ബഅദി അബീ ബക്കറിൻ ഉമറ. എനിക്ക് ശേഷം 2 ആളെ പിൻപറ്റുകയും. ഈ ഹദീസുകൾ മുഴുവൻ ഇവർ തള്ളി. ഹദീസേ സ്വീകരിക്കില്ല, ഒരു ഹദീസും സ്വീകരിക്കില്ല. അതിന് ഹദീസ് സ്വീകരിക്കാത്തവർക്ക് തെളിവ് എന്താണെന്നറിയോ? ഖുർആൻ തന്നെയാണ് ഹദീസ്. ഫബി അയ്യ ഹദീസിൻ ബഅദഹു യുമിനൂൻ. ഇതിനുശേഷം അവർ എന്ത് ഹദീസാണ് വിശ്വസിക്കേണ്ടത്? എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്. അപ്പോൾ ഈ ആയത്ത് വെച്ചിട്ടാണ് എന്ത് പറയുന്നത്? ഹദീസ് സ്വീകരിക്കണ്ട എന്നുള്ളതിന് തെളിവായി കൊണ്ടുവരുന്നത് എന്തെന്നെയാണ്? ഖുർആന്. ഫബി അയ്യ ഹദീസിൻ ബഅദഹു യുമിനൂൻ. ഈ ഖുർആന് ശേഷം ഇനി എന്ത് ഹദീസാണ് അവർ വിശ്വസിക്കേണ്ടത്? ഒന്നും വിശ്വസിക്കേണ്ടതില്ല. അപ്പോൾ മനസ്സിലായില്ല ഇത്. അപ്പൊ എന്ത് സ്വീകരിച്ചാൽ മതി? ഖുർആൻ. ഇനി എന്ത് ഹദീസാണ് അവർ സ്വീകരിക്കേണ്ടത്? അത് എന്തിലുണ്ട്? ഈ ഹദീസിന് അവിടെ ഭാഷാർത്ഥേ ഉള്ളൂ. ഈ വാർത്ത അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നൊരു വാർത്ത എന്നേ ഇവിടെ ആ വാക്കിന് അവിടെ എന്തിനർത്ഥമുള്ളൂ? ഹദീസ്. അല്ലാതെ സാങ്കേതിക ഹദീസ് അല്ലാതെ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വാർത്താ വൃത്താന്തങ്ങളില്ലേ, ഇത് അംഗീകരിക്കാതെ അവർ എങ്ങോട്ടാ പോകുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അത് വളച്ചു തിരിച്ചു എന്താക്കി? ഇനി അവർക്ക് എന്നെ ഹദീസേ സ്വീകരിക്കേണ്ടത്. എന്ത് സ്വീകരിക്കണം? എന്ത് സ്വീകരിച്ചാൽ പോരെ? ഖുർആൻ പോരെ? അപ്പൊ ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ മതി, ഹദീസ് സ്വീകരിക്കേണ്ടതില്ല. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ് ചേകനൂരിൻ്റെ പാർട്ടി. ഓല ഖുർആനും ഖുർആനാണ്, സുന്നത്തും ഖുർആനാണ്, അതിനപ്പുറത്തില്ല. ഇതൊക്കെ ആരും അറിയാതെ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വിഷയമല്ല. പക്ഷെ യൂത്ത് ഇന്ന് നമ്മളെ കൂടെയല്ല. ഒരു നാട്ടിലെ നല്ലൊരു മനുഷ്യനാണെങ്കിൽ പോലും തറാവീഹിന് വന്നാൽ പോലും അവൻ തറാവീഹ് ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ മൊബൈൽ അടുത്ത് വെച്ചിട്ട് ആ 4 റക്അത്ത് കഴിഞ്ഞാൽ അതിന് ഇടക്കണ്ടല്ലോ സല്ലു അലൻ നബിയിൽ മുസ്തഫ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലി അറിയുമ്പോൾ അപ്പോൾ പിന്നെ ഒരു 4 മിനിറ്റ് അവിടെ കിട്ടും. ആ നേരത്തോടെ എന്ത് നോക്കുകയാണ്? അതുകൊണ്ടാണ് നെറ്റിലെന്താ കിടക്കണത്. അപ്പൊ അതല്ല ഓൻ ശ്രദ്ധിക്കണം. ഓന് ശ്രദ്ധിക്കും വേറെയാണ്.
ക്ലാസ്സിലിരുന്നിട്ട് വലിയ വലിയ ആലിമ്യങ്ങൾ പ്രസംഗിക്കാം. ആ ക്ലാസ്സിന് ഓൻ ഈ പ്രസംഗമല്ല കേൾക്കുക. എന്ത് കേൾക്കും? ഓനവിടെ ഇരിക്കുന്നുണ്ടാവും. അത് നെറ്റ് കൂടി കേൾക്കാൻ നോക്കുക. നമ്മളെ പ്രസംഗം നമ്മളെ മുന്നിലിരുന്ന് നെറ്റ് കൂടി കേൾക്കുക. ഇവിടെ എത്ര വരെ നെറ്റ് കേട്ടോ? ഇവിടെ എത്തിയപ്പോൾ നമ്മളെ പ്രസംഗം നമ്മളെ മുന്നിലല്ലേ? നമ്മളെ മുന്നിൽ ഇരുന്നിട്ട് ഓൻ എന്ത് വഴി കേൾക്കുക? ഓൻ നെറ്റ് കൂടി കേട്ടാലേ സുഖം കിട്ടണുള്ളൂ. ഇതാണ് യൂത്ത്. ഈ യൂത്തിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ ആലിമ്യങ്ങൾ കൂടി ഒരു മിനിറ്റ് കൊണ്ട് മറുപടി അറിയാം. മറ്റത് കേവലം ഒരു പ്രഭാഷകന്റെ കമൻ്റാണ്. ആരും കമൻ്റ് ചെയ്യാതെ നിൽക്കുമ്പോൾ മാത്രമേ ഞാൻ കമൻ്റ് ചെയ്യുള്ളൂ. എനിക്കെന്ന് കമൻ്റ് ചെയ്യാം? പിന്നെ ആവർത്തിച്ചു. പിന്നെന്താ ഇപ്പം പറയാൻ? ഇപ്പം അരിയും തിന്നു, ആശാരിച്ചയും കടിച്ചു, പിന്നെയും പോകുന്നെ. അപ്പം തടാടണം. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ എന്താ പറയുക, കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് കേരളത്തിലെ മുഴുവനും ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തി ഈ വിദ്വാൻ പ്രസംഗിച്ചു. വക്കം മൗലവിയാണ് കേരളം കണ്ട ഏറ്റവും വലിയ പരിഷ്കർത്താവ്. സാധാരണ യാഥാസ്ഥിതിക പണ്ഡിതന്മാർ എതിരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരാരും കേരളത്തിലെ സാത്വികരായ ആലിമീങ്ങളെ, വക്കത്തിൻ്റെ കാലത്തുള്ള ആൾ ഒന്ന് പാങ്ങിലാണ്. പാങ്ങിലെ പറഞ്ഞ ഞാൻ വെറുതെക്കൂല. ഒന്ന് വരക്കൽ മുല്ലക്കത്ത, ഒന്ന് പാങ്ങിലാണ്, ഒന്ന് കണ്ണിയെ തടക്കമുള്ള മഹാന്മാരാണ്. ഓനെയും കൂടി പറഞ്ഞിട്ട് നമ്മൾ നോക്കിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വായനയുള്ളത്. അതൊക്കെ പിന്നെ എന്താണ്? എന്നിട്ടും പിന്നെ അതിനും അവിടെയും അതിനൊന്നും നിസ്സാരമായി കാണുന്ന പറഞ്ഞാൽ നമുക്ക് വാല് മുളച്ചിട്ടുണ്ടെന്നും അത് വേറെ ആരോ അമ്മിൻ്റെ ചോട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ടെന്നും ആണ് അതിൻ്റെ അർത്ഥം. ഞാനേതായാലും ഇതില്ല, ഞാനേതായാലും അമ്മിൻ്റെ ചോട്ടിൽ വാലൊക്കെ ഇല്ല. എനിക്കതിനൊന്നും വേണ്ട. എനിക്ക് കവറ് വേണ്ട, കബറ് മതി. എനിക്കിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനുസരിച്ച് നിന്നാൽ എനിക്ക് കവറ് കിട്ടും. എനിക്ക് കവറിൻ്റെ ആവശ്യമില്ല. കവറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ മൗലാളിയാക്കിയ മൂല്യരാണ് ഞാൻ. കവറ് വേണ്ട, ഖബർ മതി. ഫ്രം കവർ ടു ഖബർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ തോന്നിയ ദിവസം പറഞ്ഞാൽ പ്രതികരിക്കന്നെയും അതാരാണെങ്കിൽ പ്രതികരിക്കും. ഒന്ന്, ഞാൻ ഈ മുണ്ടില്ല, നിങ്ങൾ കേട്ടോളൂ. 4 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കേരളത്തിലെ പരിശുദ്ധമായ ട്രഡീഷണൽ ഇസ്ലാം, പാരമ്പര്യ ഇസ്ലാം, സുന്നി അഭ്യസ്തവിദ്യരായ പുതിയ സുന്നി പണ്ഡിതന്മാർ പൊളിച്ചിരിക്കും. 4 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ പറയും അന്ന് റഹ്മത്തുള്ളാഹി പറഞ്ഞാൽ ശരിയായിരുന്നു. എന്നാലും അത് നിങ്ങൾ അംഗീകരിക്കുക. അന്ന് ഞാൻ വേറെ എന്തെങ്കിലും പറയും. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനകത്തെല്ലാം നോക്കും. ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഞാൻ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പ്, ഞാൻ ഈ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് 4 കൊല്ലം കൊണ്ട് ബോധ്യപ്പെടും. അവരെ ഡിഗ്രികളൊന്നും ഞാൻ പറയുന്നില്ല. അവർ എന്ത് ഡിഗ്രി വെച്ച് കളിച്ചാലും ഇന്നത്തെ പുതിയ ചില സ്ഥാപനങ്ങളിലെ പണ്ഡിതന്മാരിൽ വലിയ ആളുകൾ, അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകൾ ട്രഡീഷണൽ ഇസ്ലാം എന്ന പാരമ്പര്യ ഇസ്ലാമിനെ, മലബാറിലെ പാരമ്പര്യ ഇസ്ലാമിനെ 4 കൊല്ലത്തിനുള്ളിൽ പൊളിച്ചെടുക്കും. പിന്നെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇബ്രാഹിം കലീമിൻ്റെ കോടയെ പോലെ പറയാം. മുമ്പ് നാട്ടിക മൊസൂലിയൊരു പറഞ്ഞ ഫലിതുണ്ട്. ഒരാൾ ഇബ്രാഹിം കലീമിൻ്റെ കടയിൽ നിന്ന് ഒരു അംബ്രല്ല, ഒരു കുട വാങ്ങി. അങ്ങനെ അയാളത് ഒരു മിസ്രി കഥയാണ്. ഇബ്രാഹിം കലീം എന്ന ഒരു കുട ഉണ്ടാക്കണ കമ്പനി ഉണ്ടായിരുന്നു മിസ്രിൽ. അപ്പോൾ അതിൻ്റെ ഒരു കുട ഒരാൾ വാങ്ങി. അങ്ങനെ അത് ചൂണ്ടി നടന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശീലം നേരെ ചോട്ടപ്പെട്ടു. അപ്പോൾ അയാൾ ശീലം മാറ്റി. എന്നാലും നല്ല കുട കാണുമ്പോൾ ആളുകളോട് പറയും നല്ല കുടയാണല്ലോ, അത് ഇബ്രാഹിം കരീമിൻ്റെ കമ്പനി നിർത്താം എന്ന്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബില്ല് പൊട്ടി. അപ്പോൾ അയാൾ ബില്ല് മാറ്റി. വേറെ പുറത്തുനിന്നുള്ള ഏതോ ബില്ല്, ചെരുപ്പുത്തിയോ കുടയും കുത്തുന്നല്ലോ, ഓരോരുത്തരും ഒരു ബില്ല് മാറ്റി കൊടുത്തു. അപ്പോഴും ഇത് നല്ല കുടയായി ഇങ്ങനെ ചൂടി നടക്കും. ആളുകൾ ചോദിച്ചാൽ എന്ത് പറയും? അത് ഇബ്രാഹിം കരീമിൻ്റെ കമ്പനി നിർത്ത കുടയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിടി പൊട്ടി. പിടി എന്നത് ഒരു ഗ്ലാസ് ടൈപ്പ് പിടിയാണല്ലോ ഉണ്ടാക്കുക പഴയ കാലത്തൊക്കെ, അത് പൊട്ടി. അപ്പോൾ അയാൾ അത് മാറ്റി. അപ്പോഴും അയാൾ ആ പിടിൻ്റെ ചൊറുക്കും ഇതിൻ്റെ കുടൻ്റെ ചൊറുക്കും ഒക്കെ കാണുമ്പോൾ ആളുകൾ പറയും നല്ല കുടയാണല്ലോ, അത് ഇബ്രാഹിം കരീമിൻ്റെ കമ്പനി നിർത്തതാണ്. പിന്നെ അതിന് നട്ടല്ലായ ബാക്ക് ബോണായ എന്ത് ആ കാലാണ് മുറിഞ്ഞു. അപ്പോൾ അയാൾ അതും മാറ്റി. അപ്പോഴും അയാൾ എന്ത് പറയും? ഇപ്പം അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടെ ഇബ്രാഹിം കരീമിൻ്റെ ഒരു സാധനവും ഈ കുടയിലില്ല.
എന്നാലും അയാൾ എന്ത് പറയും? അത് ഞാൻ 18 കൊല്ലം മുമ്പ് ഇബ്രാഹിം കരീമിൻ്റെ കമ്പനിയിലെടുത്ത ആളുകൾ അന്തം വിട്ട് നോക്കും. 18 കൊല്ലം ഒരു കൊട നിലനിൽക്കുക. ഇബ്രാഹിം കരീമിൻ്റെ കമ്പനി ഞാൻ 18 കൊല്ലം മുമ്പ് വാങ്ങിയതാ. ഓ തന്നെ നമ്മളെ ഒക്കെ നശിപ്പിച്ച് ഒക്കെ കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? നമ്മൾ മാത്തായ 100 കൊല്ലം മുമ്പ് തുടങ്ങിയ മാത്താണെന്ന് പറയും. എൻ്റെ ബലവും പൊടിയൊക്കെ ഈ കുട്ടികൾ കൊണ്ടേ വലിച്ചെറിയും. അപ്പം ഒന്നും നിയന്ത്രിച്ചിരിക്കുന്നത് നല്ലതാണ്. ഞാനേതായാലും ഒരു ചായക്കും പഴംപൊരിക്കും ഞാൻ കൊടുക്കില്ല. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ സമയം വിട്ടു. ഇത് നമ്മുടെ ദീൻ നശിക്കാൻ പോവുകയാണ്. ഈ കുട്ടികൾ നശിക്കും. ഈ കുട്ടികൾ വഴി നമ്മളെ ദീനെന്നെ തകരും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ 90% ഉണ്ടാവും. നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ റമളാനുൽ മുഹമ്മദിയ എന്ന വിഷയം ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഹമ്മദിയത്തിൻ്റെ റമളാൻ എന്ത്? അവിടെ നിന്നൊക്കെ നമ്മൾ പോകുന്നു. നമ്മളിപ്പോൾ വഹാബി റമളാനിലാണ്. എന്താ സുന്നി റമളാനും വഹാബി റമളാനും വ്യത്യാസം? വഹാബികൾ ഇങ്ങോട്ട് കൂടുകയും ചെയ്തു. 20 റക്അത്ത് തറാവീ. ഇപ്പോൾ ഓലും നമ്മളിപ്പോൾ ഏകദേശമൊക്കെ ഒന്നായി. റമളാനുൽ മുഹമ്മദിയ എന്നൊരു വിഷയം പറയാം. നാളെ എനിക്ക് ഒരു മദ്രാസ് പോകേണ്ട ഒരു ആവശ്യം, അവിടെ നിന്നൊരു ആവശ്യം ഫോൺ വന്നാൽ പോകും. ഇല്ലെങ്കിൽ ഞാനത് ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും പോകും. എങ്കിൽ പോകുമ്പോൾ ഒരു ദിവസം ക്ലാസ് തുടങ്ങും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ ക്ലാസ് ഉണ്ടാകും. മിക്കവാറും നാളെ തന്നെ. ഇതുവരെ അറിയിപ്പോൾ വരാത്തതുകൊണ്ട് നാളെ ഞാൻ പോകാൻ സാധ്യത കുറവാണ്. അപ്പം നാളെ തന്നെ നമ്മൾ രാവിലെ 8 മണി 8 മണി 10 നമുക്ക് അവസാനിപ്പിച്ച് പോകണം ഇൻഷാ അല്ലാഹ്. 8 മണിക്ക് നാളെ റമളാനുൽ മുഹമ്മദിയ, മുഹമ്മദിയത്തിൻ്റെ റമളാൻ എന്ത് എന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങും നാളെ മുതൽ. എന്നിട്ട് അതിലേക്ക് തിരിച്ചു വരണം. എന്നിട്ട് അതിൽ നമ്മൾ ചില പ്രതിജ്ഞകൾ ചെയ്യും. അത് നമ്മൾ നടപ്പിലാക്കണം. എന്നിട്ട് നമുക്ക് റസൂലുള്ളാഹിൻ്റെ ആളാകണം. നമ്മൾ റസൂലുള്ളാഹിൻ്റെ ആളാകേണ്ടത് റമളാൻ്റെ ആളല്ല, റസൂലുള്ളാഹിൻ്റെ ആളാണ്. റസൂലല്ലാത്ത ഒരാൾ നമുക്കില്ല. നമ്മൾ റസൂലിനെ രക്ഷപ്പെടുത്തും. നമ്മൾ റസൂലിനെ അഭിമാനിക്കും. റസൂലിനെ അഭിമാനിച്ചോ? റസൂലിൻ്റെ അപ്പുറത്ത് കഥമെടുത്ത് കണ്ട നശിച്ചു. നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. നമുക്കൊരാളേ ഉള്ളൂ. അതാരാ? അത് മുത്ത് നബിയാ. നബി എവിടെ എത്തി അവിടെ നമ്മൾ എത്തും. എവിടെ നബി എത്തിയാലും അവിടെ നമ്മൾ എത്തും. ഏത് മനുഷ്യ റസൂലാണ് ഓർത്തോ? അങ്ങനെ ഒരു ആൺകുട്ടി ഇല്ല ലോകത്ത്, അങ്ങനെ നേതാവില്ല ലോകത്ത്. ഞങ്ങളോട് പറഞ്ഞില്ലേ? എനിക്ക് ആയിഷ ബീവിയുടെ പേര് പലരും പറഞ്ഞു. എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു MLA, ഒരു മൂല്യർ പറഞ്ഞു. ഒരു MLA ഞങ്ങൾ തീവണ്ടി യാത്രക്കിടയിൽ ഒരു MLA സംസാരം മധ്യേ പറഞ്ഞു, ആയിഷ ബീവിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ആകെ പ്രശ്നമായത്. നബിക്ക് ആയിഷ ബീവിനെ കെട്ടേണ്ടിയിരുന്നില്ല. MLA പറയാം. ഞാൻ അന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഈ വിവരറിഞ്ഞപ്പോൾ നിങ്ങളെ മുന്നിൽ. ഈ ലോകത്തെ മുഴുവനും പെണ്ണുങ്ങൾ ആയിഷ ബീവി ആവുകയും എല്ലാവരും നബി കിട്ടുകയാണെങ്കിലും എനിക്കതാ സന്തോഷം. കാരണം അതാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം പഠിച്ചത്. തിരുദൂതർ നിറവ് എന്ന പുസ്തകത്തിൽ ആയിഷ ബീവിയുടെ വയസ്സിനെ കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. പഠിക്കണം എന്നുള്ളവർക്ക് പഠിക്കാം. കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. പൊളിക്കാൻ പറ്റൂല. ഒമ്പത് വയസ്സിന് കുട്ടീനെ കെട്ടുന്ന തെളിവ് നോക്കി നടക്കണ്ട. പുസ്തകം ഒന്ന് വായിച്ചു നോക്ക്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിമാനമാണ്. അള്ളാഹു റസൂലിനെ ആരെ ആക്ഷേപിച്ചാലും നിസ്സാരപ്പെടുത്തിയാലും അവൻ്റെ ദുന്യാവാഹം നഷ്ടപ്പെടും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹിൻ്റെ ഹബീബിന് എന്തെങ്കിലും ഒരു വാക്ക് നിസ്സാരപ്പെടുത്തിയാൽ ദുന്യാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. റസൂലല്ലാത്ത ഒന്നുമില്ല. റസൂലല്ലാത്ത ഒന്നുമില്ല. ഇയാൾ ഖുർആൻ കൊടുക്കാൻ വന്നതുമല്ല, റസൂലാണ്. അള്ളാഹിൻ്റെ അംബാസഡറാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹിനോട് പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞാലും അവിടുന്ന് കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് മുഹമ്മദ്. അത് റസൂലാണ്. റസൂൽ, അതാണ് റസൂൽ എന്ന വാക്കിൻ്റെ പ്രത്യേകത. റസൂലാണ്. ആരുടെ റസൂൽ? അമേരിക്കൻ്റെ റസൂലല്ല, അള്ളാഹുവിൻ്റെ റസൂലാണ് മുഹമ്മദ്.
അള്ളാഹു അഭിമാനിച്ച ഒരേ ഒരു റസൂൽ മുഹമ്മദ്. വേറൊരു റസൂലിനെ അള്ളാഹു അഭിമാനിച്ചിട്ടില്ല. യാ നൂഹ് റസൂലാണ്, നൂഹ് എന്ന് വിളിച്ചിട്ടുണ്ട്. യാ മുഹമ്മദ് എന്നൊരു വാക്ക് അങ്ങനെയുണ്ട്. യാ മുഹമ്മദ് എന്നൊരു വാക്ക് ഖുർആനിലില്ല. യാ ആദം ഖുൽനാ യാ ആദം ഉസ്കുൻ ആദമേ എന്ന് വിളിച്ചിട്ടുണ്ട്. യാ ഇബ്രാഹിം എന്ന് വിളിച്ചിട്ടുണ്ട്. യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ. യാ മൂസ എന്ന് വിളിച്ചിട്ടുണ്ട്. യാ ഈസ വിളിച്ചിട്ടുണ്ട്. യാ മുഹമ്മദ് എന്നൊരു വാക്ക് ഖുർആനിലില്ല. യാ റസൂൽ യാ റസൂൽ യാ അയ്യുഹൻ നബിയ്യു യാ അയ്യുഹൻ നബിയ്യു, ഏ നബി ആയിട്ടുള്ളവരെ അല്ലാഹ് റസൂലായിട്ട് ധാരാ വിളിക്കണത്. അല്ലാഹു മുഹമ്മദ് എന്ന് വിളിച്ചൂടെ? അങ്ങനെ സൃഷ്ടിയല്ലേ? ഇല്ല, അങ്ങനെ വിളിച്ചിട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം? ഇതാണ്. അങ്ങനെ ഉണ്ടല്ലോ. അതൊരു എൻ്റെ വാപ്പ മരണം വരെ എന്നെ റഹ്മത്തുള്ളാഹി വെച്ചില്ല. അടിക്കുകയാണെങ്കിൽ പോലും ഓമന പേര് വിളിക്കുള്ളൂ, അങ്ങനെ പറയുള്ളൂ. അങ്ങനെ അല്ലാത്തൊരു പേര് പറയില്ല. ഞാൻ എൻ്റെ കുട്ടികൾ അങ്ങനെ ചെയ്യുക. ഞാൻ എൻ്റെ കുട്ടികൾക്ക് പേര് വിളിക്കില്ല, കോമൻ പേര് പറയാം. അതൊരു ബഹുമാനാണ്, അതൊരു ബഹുമാനാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഭർത്താവിനെ പേര് വിളിക്കുന്ന നാടുമുണ്ട്, പേര് വിളിക്കാത്ത നാടുമുണ്ട്. പേര് വിളിക്കാതിരിക്കലൊരു ബഹുമാന. എൻ്റെ പേര് വിളിച്ചൂടെ? ചില അറബി പെണ്ണുങ്ങൾ അഹമ്മദ് വിളിക്കും. നമ്മളെ പെണ്ണുങ്ങൾ അത് കേട്ടാൽ ബോധം കിട്ടും. സത്യല്ലേ? അങ്ങനെ ബഹുമാനാണ്, ഒരു ബഹുമാനം. ഭർത്താവിനെ ഒരു ബഹുമാനാണ്. ഭാര്യനെയും ബഹുമാനിക്കും. നമ്മളെ മലയാളത്തിൽ ഭാഷ വരെ മറികടന്ന് പെണ്ണിനെ ബഹുമാനിക്കാൻ വേണ്ടി. എൻ്റെ പെണ്ണുങ്ങൾ ഒളന്ത രണ്ടാളുണ്ടോ? രണ്ടാളുണ്ടെങ്കിൽ അന്ന് നല്ലോണം പോലെ അതിൻ്റെ പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ തന്നെ ഏകവചനം ബഹുവചനം. എന്തേ അങ്ങനെ ആക്കിയത്? അതിൻ്റെ പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ അറിയണ്ടല്ലോ. പെണ്ണ് പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ തന്നെ ഭാഷ വരെ തെറ്റല്ലേ? ഒരാളല്ലേ ഉള്ളൂ? മൈമൂന ഒന്നല്ലേ ഉള്ളൂ? 2 മൈമൂനുണ്ടോ? പറയുടെ ചങ്ങായി, ഈശ കെട്ടിയ മൈമൂന എത്രയാണ്? ഒന്നല്ലേ? ഓക്ക് ഒരു തലയല്ലേ? പറയുടെ ചങ്ങായി, ഓക്ക് ഒരു തലയല്ലേ? എന്നിട്ട് ഓളെന്താ വിളിച്ച്? അതിൻ്റെ പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ എന്ന് പറയാം. അത് ബഹുമാനോ അപമാനോ? അതൊരു ബഹുമാനാണ്. ഓളൊന്നാണെങ്കിലും എനിക്കോളം ഒന്നല്ല. എനിക്ക് ഈ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെ പോലെയാണ് ഓള്. അല്ലെ? അതല്ല, അത് ബഹുമാനത്തിന്. സത്യത്തിൽ ഭാഷയിൽ അങ്ങനെ പറയാൻ പാടില്ല. ഒരു പെണ്ണിനെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഭാഷാപരമായി തെറ്റാണ്. നമ്മൾ ബഹുമാനത്തിൽ ഭാഷ വരെ പരിഗണിക്കൂല. ബഹുമാനത്തിൽ ബഹുമാനമാണ്. ഭാഷ തെറ്റാണെങ്കിൽ ഭാഷ പൊളിച്ചോട്ടെ. ഭാഷ വരെ പൊളിച്ചിട്ട് ബഹുമാനം സ്ഥാപിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക്? ഭാഷ വരെ പൊളിച്ചു. അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കണം. അപ്പം നാളെ ഇൻഷാ അല്ലാഹ് 99% ഏകദേശം പോകില്ല ഞാൻ. ഇൻഷാ അല്ലാഹ് നാളെ ആരംഭിക്കും. മറ്റന്നാൾ ഇല്ലെങ്കിൽ ഞാൻ നാളെ പറയും. നാളെ ക്ലാസ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. റമളാനുൽ മുഹമ്മദിയ, മുഹമ്മദിയത്തിൻ്റെ റമളാൻ എന്ന് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വിശദമായി പഠിക്കുക എന്താ റസൂലുള്ളാഹി, എന്നിട്ട് റസൂലുള്ളാഹിയിലേക്ക് തിരിച്ചു വരിക. അതിന് എന്നെ പ്രേരിപ്പിച്ച ചില കാരണങ്ങളുണ്ട്. നാളെ തുടക്കത്തിൽ പറയാം. ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ട്. മുൻഗാമികൾ നമ്മൾ ഒഴിവാക്കി, നമ്മൾ സുന്നിയർ. എന്നിട്ട് എന്താ വഹാബി ആചാരം ഒക്കെ നടപ്പിലാക്കി. എന്തൊക്കെ വഹാബി ആചാരം നടപ്പിലാക്കി. അതിന് നമ്മൾ പുതിയ പുതിയ ന്യായങ്ങൾ, അതോ ഇതോ ന്യായത്തിൻ്റെ ന്യായം കാണും. അങ്ങനെ ഇപ്പം ഈ കൊല്ലം എന്നോട് ചില ആളുകൾ വന്ന് പറഞ്ഞാണ്, എല്ലാവരും അവിടെ ഉണ്ടല്ലോ ഇറച്ചിയും ചോറും, നമ്മളിപ്പോൾ എന്തിനാ ഇറച്ചിയും ചോറും വെച്ച് കൊടുക്കുന്നത്? അവിടെ നിന്നാണ് തുടങ്ങൽ. പിന്നെ എന്തൊഴിവാക്കും? വചനങ്ങളുണ്ട്. മനസ്സിലായില്ല? അപ്പം നമ്മളിപ്പോൾ പഴയതുപോലെ പണ്ടൊക്കെ അന്നത് ഇറച്ചിയും ചോറിനും പൂതിയായിട്ട് തുടങ്ങിയതാണ്. ഒരു ഭാഗമാണ്, ഒരു ഭാഷയാണ്. അപ്പോൾ ഇപ്പം എല്ലാ പരിയിലും എന്തല്ലേ ഇറച്ചിയും ചോറും. നമ്മളിപ്പോൾ എന്തിനാ ഇറച്ചിയും ചോറും വെക്കണം? ഓ, അപ്പം ന്യായമായി. അപ്പോൾ ഒപ്പമുള്ള വേറെ 4 സ്വഹാബികളുണ്ടാവും. ഓരും പറയും അത് ശരിയാണ് ഞാൻ പറഞ്ഞേ. പിന്നെ നമ്മൾ ചോറുമ്പെന്നുണ്ട് അറിയില്ല. എന്നാൽ പിന്നെ എന്താ, എന്നാൽ പിന്നെ അരിയും ഇറച്ചിയും നമ്മൾക്ക് രാവിലെ തന്നെ അവിടെ പാക്കാക്കി കൊടുക്കുക. പിന്നെ അവിടുന്ന് പോകും. പിന്നെ ഒന്നും ഉണ്ടാവില്ല.
അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒട്ടകം സക്കാത്ത് തന്ന കാലത്ത്, നബിയുടെ കാലത്ത് ഒട്ടകത്തിൻ്റെ കൂടെ കയറ് കൊടുത്തിരുന്നെങ്കിൽ ലഉഹാരിബന്നഹും അലാ ഹബ്ലിൻ, ഒരു അലാ ഇനാഖിൻ, കഴുത്തിലിട്ട ഒരു ഒട്ടകത്തിൻ്റെ കയറിന് വേണ്ടിയും ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. ആര്? സയ്യിദുനാ സിദ്ദീഖ്. ആ പാരമ്പര്യം മറികടക്കാൻ ഞാൻ സമ്മതിക്കൂല. അതാ ദീൻ. ഞാൻ പറയാലോ, എന്ത് ഒട്ടകത്തിന് കഴുത്തിൽ കയറ് പോലും ഉണ്ടെന്നോട്ടെ, നമുക്ക് ഒട്ടകം കിട്ടിയാൽ ജൊട്ടാൻ തന്നാൽ മതി. കയറൊക്കെ എന്നാൽ ജൊട്ടാൻ തന്നല്ലോ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയും? ജൊട്ടം തരണ്ട, ജൊട്ടത്തിൻ്റെ പൈസ തന്നളാ. ഇപ്പൊ മുദ്ദ കൊടുക്കേണ്ടടുത്ത് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, പൈസ കൊടുത്താൽ പരിസ്ഥത് പിന്നെ പൈസ ഉണ്ടാവില്ല. എന്നോട് ചോദിച്ചാൽ പറയും മുദ്ദെന്നു. മുദ്ദിന്റെ അരി കൊടുക്കണതിന് പകരമാണ് ഇപ്പൊ എന്ത് ചോദിക്കണത്? ഇപ്പൊ ചില ആളുകൾ ഉണ്ടല്ലോ പിതൃ സക്കാത്തിന്റെ അരി പെരുന്നാൾ രാവിലെ നമ്മൾ ഏറ്റി കൊണ്ടു കൊടുക്കും. എന്താ പൈസ കൊടുത്തു? പൈസക്കോ പോവും വേണ്ടല്ലോ. പിതൃ സക്കാത്തൊക്കെ എങ്ങനെയോ സത്യല്ലേ? ഇത് ഏത് മുതലാളി എന്ത് ചെയ്യും? പെരുന്നാളിന് രാത്രി ഓനും ഓൻ്റെ കുട്ടികളെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യാണ്? നേറ്റി കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ നേറ്റിക്കണ്. എൻ്റെ ഉമ്മ മകരിബ ആനങ്ങ സമ്മതിക്കൂല. പിതൃ സക്കാത്ത് പെരകളിലാണ് എത്തിച്ചു കൊടുക്കാത്ത. അപ്പം പിന്നെ ആ നേരത്ത് എന്ത് ചെയ്യാനും പറ്റൂല, ഞമ്മക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റൂല. രാത്രിയല്ല, അപ്പം നടന്ന് പോവും. ചില സമയത്ത് നടക്കാൻ ഇങ്ങനെ കാലത്ത് ഉമ്മ കൂടെ പോരും. എന്നിട്ട് പെര പൊരാന്തരം എന്ത് ചെയ്യും? പിതൃ സക്കാത്തിൻ്റെ അരി എത്തിച്ചു കൊടുത്തിട്ടേ മക്കൾ സമാനമുണ്ട്. അപ്പോൾ ഓരൊക്കെ സൂക്ഷ്മത എത്രയും അത് പൈസ കൊടുത്താൽ മതി, പൈസ ഒരു പണം ഒന്ന് വാങ്ങിക്കോളൂ. നമുക്ക് അതിലൊക്കെ നന്മ എത്രയാ? ആ നടക്കുന്ന കാലിൻ്റെ ചവിട്ടടിക്കുള്ള ദോഷം കൊടുത്തരൂല. ഓ എന്ത് കൊടുക്കാൻ പോവുക? പിതൃ സക്കാത്ത് കൊടുക്കാൻ പോകുക. ആ അതൊക്കെ മുൻഗാമികൾ എന്താ ചെയ്തത് അങ്ങനെ തന്നെ ചെയ്യണം. മുൻഗാമികൾ എന്താണോ ചെയ്തത് അന്ന് തന്നെ. ഞാൻ പള്ളി ഉണ്ടാക്കുന്നിടത്ത് മുഴുവനും ഞാൻ എന്ത് പറയും, ഔളുണ്ടാക്കണം. ഇപ്പം പല പള്ളിയിൽ ഔളില്ല. എന്നോട് വന്ന് പറഞ്ഞാൽ ഇനി ഇല്ലെങ്കിൽ ചില പൈസ അല്ല ഉസ്താദ്, ആയിക്കോട്ടെ പൈസ ഞാൻ ഉണ്ടാക്കി തരാം. ഔളുണ്ടാക്കി അതിനെന്ത്? നമ്മൾക്ക് പഴയ കാലത്ത് ഈ പൈപ്പില്ല, നമുക്ക് എന്താ ഉള്ളത്? ഔള്. എന്നിട്ട് ആരും ക്യാൻസർ പിടിച്ച് മരിച്ചിട്ടില്ല. ഇപ്പം എല്ലാവരും പറയണത് എന്താ? എല്ലാവരും കഴിഞ്ഞിട്ട് നമ്മളും കഴിഞ്ഞിട്ടാൽ നമുക്ക് ദീനം വരൂലേ? ഏത് ദീനം ഔളൊന്ന് പോകൂലേ? കാരണം അത് മുബാറക്കായ വെള്ളം. എല്ലായിടത്തും വായ്പ. എനിക്ക് മോശമാണ് ഹൗളിന്ന് ഊതുണ്ടാക്കുന്ന സുഖം. ഞാൻ കണ്ടോളി, ഹൗളിന്ന് ഊതുണ്ടാക്കുന്ന സുഖം ഒരിക്കലും നമുക്ക് പൈപ്പൊന്നും ഒന്നും ഉണ്ടാക്കിയാൽ കിട്ടൂല. സത്യമല്ലേ? പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു നല്ല കരിങ്കല്ല് കൊണ്ട് കുഴിയാക്കി വെച്ച എൻ്റെ മൂത്തേടത്തിന് എന്താണ് അതിൻ്റെ ഒരു ചുരുക്കിയാ പഠിച്ചോനെ. അങ്ങനെ മൂത്തേടത്ത് അങ്ങനെയായിരുന്നു. ഒക്കെ പോയി, കുട്ടികളെ എല്ലാം പോയി. ഒന്നും നോക്കണം, ഒന്നെടുത്താൽ അതിൻ്റെ ആ നിസ്കാരം, ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരെ അതിൻ്റെ ആ തണുപ്പ് നമ്മളെ മുഖത്തും കയ്യും അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. അതൊന്ന് ഒന്നെടുക്കുമ്പോഴുള്ള ഒരു അല്ലേ? സത്യമല്ലേ? രാത്രി നന്മ ഉണ്ടായിരുന്നു. എത്ര സ്വാലിഹ്യങ്ങൾ കൈയിട്ടാണെങ്കിലും എന്താ നമ്മൾ കൈയിട്ടാൽ? അപ്പൊ പഴയകാല നന്മയിലേക്ക് തിരിച്ചു പോകാതെ മുസ്ലിമീങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ പിടിച്ചു നിൽക്കണം. ഞാനൊരു പള്ളിക്ക് കുറച്ച് കല്ലേറ്റിരുന്നു. അപ്പം പിന്നീട് അവർ ഔളുണ്ടാക്കി ചൊല്ലാറും. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ കല്ലേരൂല, ഞാൻ ഔള് തരാം. അപ്പോൾ കല്ല് കൊടുത്തില്ല, പിന്നെ ഔള് കൊടുത്തു. അപ്പോൾ ഒരു സമ്മതിക്കുകയും ചെയ്തു, ആയിക്കോട്ടെ. എൻ്റെ ഔളുണ്ടാകണം. നല്ല യൂറോപ്യൻ മോഡലിലുള്ള കാലുമൊക്കെ മാത്രം വെള്ളം ചീറ്റമ്മ വേറെ സൈസ് സാധനം അല്ലേ പറയേ? അങ്ങനത്തെ അല്ലേ? അതെ അതെ കാലിൻ്റെ അവിടേക്ക് മാത്രം വെള്ളം, മൂക്കൊക്കെ വെള്ളം. ഓരോന്നൊക്കെ ഓരോ അവയവത്തും വേറെ വെള്ളമാണ്. ഓരോന്നും മെഡിക്കൽ കോളേജിൽ പല്ലിന് ഒരാൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഒരു ഫലിതാണ് മെഡിക്കൽ കോളേജിൽ ഇഞ്ചക്ഷൻ ചെയ്ത് പോയി. അപ്പോൾ പോകാൻ നേരത്ത് ഒപ്പമുള്ള ആൾ ചോദിച്ചു, ഇയാൾക്ക് മുണ്ടാൻ വയ്യാതെ അന്തം മുട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പോകണമെന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ അടിക്കണ ഡോക്ടറാണ്, എടുക്കണ ഡോക്ടർ വേറെയാണ്.
ഞാൻ അടിച്ചു പോവുകയുള്ളൂ, ഇനി വേറൊരാൾ വന്നിട്ടാണ് എന്ത് ചെയ്യുക, എടുക്കുക എന്ന് പറഞ്ഞ മാതിരിയാണ്. ഓരോന്നിനും വേറെ വേറെയാണ്. കയ്യിന് വേറെ, മൂക്കിന് വേറെ. നീ മൂക്കിൽ വെള്ളം കയറ്റിച്ചിറ്റാൻ വേണ്ടി വേറൊരു പൈപ്പ് വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നുമില്ല പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. നിങ്ങളെ കുട്ടിക്കാലത്തും ഹൗളാള് കൈയിട്ട് വെള്ളം കൊടുത്തു മുഖത്തേക്കും പറഞ്ഞ് ചിലപ്പോൾ മുൻഭാഗം മൊത്തമാണ്. അത് പള്ളിയിൽ നിസ്കരിച്ചിരിക്കുമ്പോഴത്തേന് അത് ഉണങ്ങും. പക്ഷെ ആ നെഞ്ചൊക്കെ അതിൻ്റെ തണുപ്പുണ്ടാവും. അതാ സത്യമല്ലേ? ഈ വെള്ളം ആകുമെന്ന് നമ്മൾ പൊന്തിച്ചെടുത്തിട്ട് മുഖത്തേക്കും പാരുമ്പോൾ എന്തുണ്ട്, അതൊരു വല്ലാത്തതാ. ആ വെള്ളം വല്ലാതെ ഒലിക്കും. ആ വെള്ളം കിട്ടും, ഭയങ്കര സുഖം ഉണ്ടാവും. അതിൻ്റെ സുഖം വേറെ ഇല്ല. പിന്നെ എന്താ പറയുക, ചിരട്ടയുടെ കയ്യിലായിരുന്നു നമ്മളെ മൂത്തടുത്തൊക്കെ. ചിരട്ടക്കയ്യിൽ, ആ ചിരട്ടക്കയ്യിൽ ഇടാൻ വേണ്ടി നടുവിൽ എന്തുണ്ടാകും, ഒരു കൊട്ടയുണ്ടാവും, ഒരു മരത്തിൻ്റെ കൊട്ട. എന്നാലും അത് എടുത്ത് അതുകൊണ്ടാണ് മുക്കിപ്പാരുന്നത്. നിങ്ങൾ എത്ര വലിയ ലഗിൻ ഷവർ വേറെ ഉണ്ടാക്കിയാലും ആ ഒരു ചിരട്ടയുടെ ഈ ചിരട്ടക്കൈലുണ്ടല്ലോ, ആ ചിരട്ടക്കൈൽ കൊണ്ട് കാലുമക്ക് വെള്ളം പറഞ്ഞ സുഖം കിട്ടൂല. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അതൊക്കെ പഴയ നന്മ ഒക്കെ നശിപ്പിച്ചു. പഴയകാല നന്മകൾ മുഴുവൻ നശിപ്പിച്ചു. എല്ലാത്തിനും നബി ഉണ്ടായിരുന്നു. എൻ്റെ വല്യപ്പ നെല്ലുണ്ടാക്കണ കൂട്ടത്തിൽ ഒരു ചെറിയ കണ്ടം വേറിട്ടിട്ട് ചീരോത്തരി ഉണ്ടാക്കും. വാസനുള്ള അരി, ഓർമ്മല്ലേ? മനസ്സിലായില്ല? വാസനുള്ള അരി. അതെന്തിനാ? അത് അങ്ങനെ തന്നെ കെട്ടിപ്പൂട്ടി ചാക്കെട്ടി വെക്കും. അതെന്തിനാ? അത് റബീഉൽ അവ്വൽ നേർച്ചയാണ്. ആ നെല്ല് കുത്തിയാണ് റബീഉൽ അവ്വൽ നേർച്ചയ്ക്ക്. അതിൻ്റെ ആ അരി വേറിനോടുകൂടി ഒരു വല്ലാത്ത വാസനയാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ല ആ അരി? മനസ്സിലായില്ല? പഴയ കാലത്ത് ആ നെയ്ച്ചോറ് വെക്കണത് ഈ അരിയാണ്. ഈ നെല്ല് വല്യപ്പ ഉണ്ടാക്കിയിട്ട് അത് കണക്കാക്കാതെ അങ്ങനെ തന്നെ കൊണ്ടുപോയി അത് ചാക്ക് കെട്ടി കിടക്കും. അത് റബീഉൽ അവ്വൽ ആവുമ്പോൾ കുത്തും. പെണ്ണുങ്ങൾ നിന്ന് കുന്താണിയിലിട്ട് കുത്തിയിട്ട് ചേറി പാറ്റി വൃത്തിയാക്കി അതുകൊണ്ട് നെയ്ച്ചോറ് വെക്കും. മനസ്സിലായില്ലേ? പറ, കുറച്ച് ഇറച്ചി വാങ്ങും, എന്തായാലും കൂടുതൽ കുമ്പളങ്ങിടും. അത് തിന്നാൻ വേണ്ടി മുതലാളി തൊഴിലാളില്ലാതെ വരും. കുറച്ച് ഇറച്ചിയും കൂടുതൽ, കുറച്ച് ഞങ്ങളെ പൈസ ഒന്നുമില്ല. അന്ന് 50 പൈസ ഒരു കിലോക്ക് ഒരു ഉറുപ്പ് എടുത്താൽ മതി. ചിലപ്പോൾ 1 ഉറുപ്പിയും വേണ്ട, അതിൻ്റെ താഴെ ഇറച്ചി കിട്ടും. പക്ഷെ അതിന് വാങ്ങാനും പൈസ ഇല്ല. അപ്പം എന്താ ചെയ്യുക? കുമ്പളങ്ങാട് കൂട്ടും, ഇറച്ചിയോട് കുറക്കും. എന്നിട്ട് ഈ നെയ്ച്ചോറും, ഈ പാടത്തുണ്ടാക്കിയ നെയ്ച്ചോറും, ആ അരിൻ്റെ നെയ്ച്ചോറും ഈ കുമ്പളങ്ങ ഇറച്ചി അപൂർവമായിട്ട് ഒരാൾക്കൊരു കഷ്ടം കിട്ടിയും കിട്ടി. അത് തിന്നാനും മുതലാളി തൊഴിലാളില്ലാതെ വരും. എന്തേ? അത് റസൂലുള്ളാഹിന്റെ മുതൽ, അത് മുത്തുനബിൻ്റെതാണ്. അത് ഉള്ളിലേക്ക് പോയാൽ പള്ളന്നാവും, ഇറങ്ങിപ്പോകുന്ന നെഞ്ചെന്നാവും, ആകന്നാവും, രോഗം മാറും, ദീനം മാറും. ദീനം നെയ്യത്ത്, എനിക്ക് വല്ല തടിമൽ വല്ല രോഗം ഉണ്ടെങ്കിൽ അത് ഇതിൽ ശിഫയാകണേ നെയ്യത്ത് ഇതിലാണ്. എന്ത് നീർച്ചച്ചോറുന്ന ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ചങ്ങായിമാരെ പറയണ മനസ്സിലാണ്ട കുട്ടികളെ. നീർച്ചച്ചോറ് തിന്നുന്ന നേരത്തെ നിയ്യത്ത് ചെയ്യും. എന്ത്? റബ്ബേ, ഇതാണ് തിന്നുന്നതോടുകൂടെ. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഓമാനൂർ നേർച്ച ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ഓർമ്മയില്ലാതൊക്കെ. എന്താ ഓമാനൂർ നേർച്ച? ഏത് ജാതി രോഗം ഉണ്ടെങ്കിലും അതിൽ ശിഫയാവും. അതിൽ കുറച്ച് കാലികൾക്ക് കൊടുക്കും. എന്ത്? കാലികൾക്ക് വല്ല ദീനുണ്ടെങ്കിൽ ആ ചോറ് അത് കുറച്ചാൽ മതി, കൊടുത്താൽ മതി, ശിഫയാവും. എൻ്റെ പേരിൽ നടന്നിരുന്നതാണ്, നിങ്ങളെ പേരിലൊക്കെ നടന്നിരുന്നതാണ്. കോഴിക്ക് കൊടുക്കും, കോഴിക്ക് രോഗമില്ലാതിരിക്കാൻ വേണ്ടി. പിന്നെ ആ കൊല്ലം രോഗം ഉണ്ടാവില്ല. വിശ്വാസ ഒക്കെ അങ്ങനെ തന്നെ നടന്നു. മനസ്സിലായോ? എന്തുകൊണ്ട്? അവർക്ക് അവരെ മുൻഗാമികളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്കതൊന്നുമില്ല. നമ്മൾ പക്ക വഹാബി പതിപ്പക്കണ്ട്. ഇനി ചെറിയ ഒരു ഇങ്ങനെ മുടിക്കണ മുടിച്ചാൽ മതി മലബാറിന്ന് സുന്നിനെ പോകാൻ. അത് മിക്കവാറും നമ്മളെ പുതിയ സുന്നി കുട്ടികൾ പൊളിക്കുകയും ചെയ്യും. കാരണം ഓരോ പൂമായിക്കാതെ ഇപ്പം നടക്കൂല എന്നാണ് വലിയ കാര്യം. കാരണം ഗൾഫിലൊക്കെ തന്നെയാലും വലിയ കമ്പനിയിൽ ഓരൊക്കെ ജോലിക്കാരാണ്. ഞാൻ ബൈക്കൊക്കെ വല്ല പിരിവിന് പോവുകയാണെങ്കിൽ ഓല മുഖം കറുപ്പിക്കണ്ട.